അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അസ്സലാമു അലൈക്കും. പുണ്യ റംസാൻ മാസത്തിലെ രണ്ടാമത്തെ പത്തിലാണ് നമ്മളുള്ളത്. പാപമോചനത്തിന് ദിവസങ്ങൾ. മനസ്സും ശരീരവും പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന ഈ ദിവസങ്ങളിൽ ഒരുപാട് വൈവിധ്യങ്ങളുമായി ഇന്നത്തെ നഖഹത്ത് റംസാന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക്. നോമ്പുകാലമാണ്. നോമ്പുകാലത്ത് നമ്മളെല്ലാവരുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോമ്പുതുറ തന്നെയായിരിക്കും. ഈ നോമ്പുതുറ സമയത്ത് ഒരുപാട് വിഭവങ്ങൾ അടുക്കളയിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്കും അതോടൊപ്പം തന്നെ നമുക്ക് ആ ഒരു മണത്തിലൂടെയൊക്കെ തന്നെ പല പല കഥകളും ഓർമ്മകളും ഓടിയെത്തുന്നുണ്ടായിരിക്കും. ഈ അടുക്കളയിൽ ഓരോ വിഭവങ്ങളും ഉണ്ടാവുന്ന സമയത്ത് നമ്മളെ ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കും, നെല്ലറയുടെ പ്രൊഡക്റ്റ്. തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം സക്രിയത്ത് റംസാനിലൂടെ ഞാൻ പരിചയപ്പെടുത്തി തരുന്നത് ഒരുപക്ഷെ UAE-യിലുള്ള എല്ലാവർക്കും പ്രിയങ്കരനായ ഒരു വ്യക്തി തന്നെയാണ് ഷംസുദ്ദീൻ നെല്ലറ. അസ്സലാമു അലൈക്കും. റംസാൻ കരീം. മാസം എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് നോമ്പുതുറയിൽ നെല്ലറയുടെ പ്രൊഡക്ട്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെ പോകുന്നു ഈ നോമ്പ് കാലം? തീർച്ചയായിട്ടും ഈ റമദാൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൊറോണയ്ക്ക് ശേഷമുള്ള എന്ന് പറയാം ഒരു ആദ്യത്തെ റമദാനാണ്. തീർച്ചയായിട്ടും പതിവിൽ വിപരീതമായിട്ട് നല്ല ബിസിനസ് നടക്കുന്നുണ്ട്. അതുപോലെ നല്ലൊരു മാർക്കറ്റായിട്ട് മാറിയിട്ടുണ്ട്. ഇത് എന്ന് തുടരട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഒരുപാട് പുതിയ പുതിയ പ്രൊഡക്ട്സ് ഇപ്പോൾ നെല്ലറ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്നത് ഉൾപ്പെടെയുള്ള ഒത്തിരിയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ഐഡിയാസ് ഒക്കെ വരുന്നത് എവിടെയാണ്? സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ? സ്വന്തമായിട്ടാണെങ്കിൽ തന്നെ അതിന് നമ്മൾ കൂട്ടായിട്ടൊരു ടീമുണ്ട്, അവരുടെ കൂടി ഹെൽപ്പ് ഉണ്ടാവും. കാര്യം ഞാൻ എന്തെങ്കിലും ഐഡിയ കൊണ്ടുവന്നാൽ അത് മാർക്കറ്റിൽ ഡെവലപ്പ് ആവുമോ എന്ന് ഞാൻ മാത്രം വിചാരിച്ചാൽ പോലല്ലോ. അപ്പോൾ അവരോട് ഐഡിയ ഉണ്ടാകും. ഞങ്ങളൊരു കൂട്ടായിട്ടാണ് എല്ലാം തീരുമാനിക്കുന്നത്. നെല്ലറയുടെ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് അത് വലിയൊരു ടൈറ്റിലാണ്. കാരണം വെച്ചാൽ നെല്ലറയുടെ പ്രൊഡക്റ്റ് അത്രയും ഫേമസ് ആണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള പ്രൊഡക്ട്സ് ആണ്. അതോടൊപ്പം തന്നെ ഡ്രസ് ഷർട്ട്സിൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറും കൂടിയിട്ടാണ്. ഈ ഒരു പദവികളൊക്കെ അലങ്കരിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇക്ക ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും പാട്ടിനോടൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. ഇതെല്ലാം കൂടി എങ്ങനെ ഒരുമിച്ച് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്? നമ്മളോളം നമ്മളൊരു മനുഷ്യനെ അറിയാലോ, അധികം ലൈഫില്ല. ആ ലൈഫിൽ വെറും ബിസിനസ്സായിട്ട് ജീവിതകാലം മുഴുവൻ കഴിയുമ്പോൾ അത് ഒരുപാട് ടെൻഷനാണ്. ലാസ്റ്റ് മരിക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ലൈഫിനകത്ത് നമ്മൾ എന്തെല്ലാം ചെയ്ത് എന്ന് നമുക്ക് തന്നെ തോന്നലുണ്ടാവും അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ലൈഫിൻ്റെ കൂടെ എൻജോയ് ചെയ്യണം. എൻജോയ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ ഉപദ്രവിക്കുകയല്ല ഉദ്ദേശിച്ചത്. എൻജോയ്മെൻറ്റ് നമ്മൾ സ്വയം നമുക്ക് ആവശ്യമുള്ള, എനിക്ക് എന്താ ഇഷ്ടം, എനിക്കിപ്പോൾ ഫുട്ബോൾ ഇഷ്ടമാണ്, ക്രിക്കറ്റ് ഇഷ്ടമാണ്, സ്പോർട്സ് പരമായിട്ടൊക്കെ ഇഷ്ടമാണ്. അതുപോലെ കളിക്കും, അതുപോലെ തന്നെ പാട്ട് പാടും, പാട്ട് വളരെ ഇഷ്ടമാണ്, പാട്ട് പാടിക്കാൻ കൊണ്ടുവരും. അതുപോലെ തന്നെ യാത്രകൾ ഇഷ്ടമാണ്. ഒരു ബിസിനസ്സുകാരനാകുമ്പോൾ വെറും ബിസിനസ്സിൽ ഒതുങ്ങരുതെന്നാണ് ഞാൻ എല്ലാവരോടും പറയാറ്. നെല്ലറ എന്ന് പറയുമ്പോഴത്തേക്ക് ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊഡക്റ്റാണ്. നോമ്പ് കാലത്ത് നമുക്കറിയാം ഒരുപാട് പേര് വിശപ്പിൻ്റെ വില, ഭക്ഷണത്തിൻ്റെ വിലയൊക്കെ തിരിച്ചറിയുന്ന ഒരു മാസമാണ്. ഒരു പക്ഷേ നമുക്ക് ഒരുപാട് തിരിച്ചറിവുകൾ ഉണ്ടാകുന്നുണ്ടായിരിക്കും. ഇക്കയുടെ ലൈഫിൽ ഈ പറഞ്ഞ 92 മുതൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നും മനസ്സിൽ ഓർത്തു വെക്കുന്ന ഒരു നിമിഷമുണ്ട് ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്? നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മളെ വീട്ടിൽ തണുത്ത വെള്ളം ഉണ്ടാവില്ല. അതായത് നമ്മളെ വീട്ടിലൊന്നും ഫ്രിഡ്ജിൻ്റെ സൗകര്യം അന്ന് പുറത്ത് അത്രയും കോടീശ്വരന്മാരെ വീട്ടിൽ അത്ര ഫ്രിഡ്ജ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് തണുത്ത വെള്ളം കുടിച്ച് എടുത്ത് അതൊരു സർബത്തോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയിട്ട് ആ നോമ്പ് തുറക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് വേറെ ഒന്നിനും കിട്ടിയിട്ടില്ല. ആ സമയത്ത് ശരിക്കും അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ നെല്ലറ സർബത്ത് ഇറക്കിയത്. അറിയാലോ, നെല്ലറ നല്ല സർബത്ത്. അതുപോലെ തന്നെ അത് 80കളുടെ കഥ. പിന്നീട് അത് നമ്മൾ ഗൾഫിലെത്തിയപ്പോൾ നല്ല അധ്വാനമായിരുന്നു. നേരത്തെ പറഞ്ഞ 92-ലെത്തിയപ്പോൾ ആ അധ്വാന സമയത്ത് നമ്മൾ നല്ല ഒരു 10-14-16 മണിക്കൂറൊക്കെ ഉണ്ടാവും. അപ്പോൾ റമദാനിൽ കൂടെ ചെയ്യുക പണി. കാരണം നമുക്ക് കടലപ്പൊടിയുടെ കച്ചവടവും ഒക്കെ നന്നായിട്ട് അന്ന് സ്പൈസസ് ആണല്ലോ, നല്ല തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇതിനൊക്കെ നല്ല ഓർഡർ വരും, അരിപ്പൊടി ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ കൊണ്ടുവന്ന് നമ്മൾ ക്ഷീണിതനായിട്ട് വരുമ്പോൾ റൂമിലുണ്ടാവുന്നത് നമ്മൾ ഒരു 5-10 പേരുണ്ടാവും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് എന്ത് ചെയ്യാം, ഭക്ഷണം ഉണ്ടാക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് പക്കുവട ഇതുപോലെ റെസ്റ്റോറൻറ്റ് മേടിക്കും. അന്ന് പിന്നെ പള്ളികളിൽ കുറവായിരിക്കും, ഇന്നത്തെ പോലെ അത്ര ആയിട്ടില്ല.
അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും ആ പക്കോടും മേടിക്കും, പിന്നെ 1-2 കാട്ട് മുസമ്പി മേടിക്കും. ഡെയിലി ഒരു കാട്ട് മുസമ്പി പൊളിച്ചിട്ട് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വേറെ ഒന്നിനും കിട്ടിയില്ല. മുസമ്പി തന്നെയാണ് അന്ന് പ്രധാനം. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പം ഈ ഒരു റംസാനിലൊക്കെ എത്തി നിൽക്കുമ്പോഴത്തേക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്? നാട്ടിലെ റംസാനും ഇവിടുത്തെ റംസാനും തമ്മിലൊക്കെയുള്ള ഒരു വ്യത്യാസമോ അല്ലെങ്കിൽ ഓർമ്മകളിലുള്ള ഡിഫറൻസോ ഒക്കെ തോന്നുന്നുണ്ടോ ഇക്കൊക്കെ? ചെറുപ്പത്തിലൊക്കെ നമ്മൾ സ്കൂളൊക്കെ പോകുമ്പോൾ വീട്ടിൽ നിർബന്ധമാണ് നോമ്പ് വെക്കണമെന്നുള്ളത്. അപ്പോൾ നോമ്പ് ആദ്യമൊക്കെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു 5-6 നോമ്പൊക്കെ സ്ഥിരം കറക്റ്റായിട്ട് നോക്കും. പിന്നെ വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് എന്ത് ചെയ്യും, വീട്ടിൽ നോമ്പുണ്ടാവും, പുറത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കള്ളത്ത് കഴിച്ചിട്ട് വരും. അതൊക്കെ നമ്മൾ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്, അതൊക്കെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. അതെ അല്ലേ. ഇക്ക UAE ഓരോ ദിവസം ഒരുപാട് പേര് വരുന്നുണ്ട്. ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് ഇവരൊക്കെ തന്നെ കടൽ കടന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത്. ചിലർക്ക് ബിസിനസ് എന്നുള്ളതായിരിക്കും, ഒരുപാട് കാശ് ഉണ്ടാക്കണം എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ജോലി ഉയരങ്ങളിലേക്ക് എത്തണം എന്നുള്ളതായിരിക്കാം. ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് ഇക്ക എന്താണ് ഈ പുണ്യമാസത്തിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു മെസ്സേജ്? നമ്മുടെ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ വന്ന കഷ്ടപ്പെട്ട അനുഭവമൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് അനുഭവിച്ചതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്തറിയുന്ന നമ്മുടെ സ്റ്റാഫുകളോടായാലും നമുക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ പറയും. അല്ല നമുക്ക് നല്ല, ഇപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് കുറച്ച് കാലം അല്ല എത്ര കാലം ഉണ്ടായാലും ആ കാലത്ത് നിങ്ങൾ ചെയ്യുന്ന ആ പ്രവൃത്തിയാണ് നിങ്ങളുടെ മറ്റുള്ള മുന്നോട്ടുള്ള ആ ജോലിയിലായാലും എല്ലാത്തിലും അത് കാണിക്കണം. അപ്പോൾ നമ്മൾ എപ്പോഴും എല്ലാവരും എന്നോട് ചോദിക്കുമ്പോൾ എനിക്കൊരു വലിയ ആളാവണം, അല്ലെങ്കിൽ ബിസിനസ്സാണ്. പക്ഷെ നമ്മൾ ബിസിനസ്സാണെങ്കിൽ ഞങ്ങളൊക്കെ വന്ന വഴികളുണ്ട്. അപ്പോൾ അതിൻ്റെ താഴേക്ക് എത്തി നോക്കുമ്പോൾ അത് ഇവിടുന്ന് തുടങ്ങണം. അല്ല ഒറ്റയടിക്ക് ഒരാൾക്കും വലിയ ബിസിനസ്സുകാരനോ അല്ലെങ്കിൽ വലിയ പണക്കാരനോ വലിയ പദവി, അതിന് പിന്നിൽ ഒരുപാട് കഠിനാധ്വാനങ്ങളുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇത്തരം കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞു കൊടുക്കും. ഷംസുക, ഒരുപാട് സന്തോഷമുണ്ട് ഈ പുണ്യമാസത്തിൽ ഇവിടെ എത്തി ഒരുപാട് കാര്യങ്ങൾ കേൾക്കാൻ പറ്റി, വലിയ വലിയ സന്ദേശങ്ങൾ എനിക്ക് അറിയാനും പറ്റി. ഒത്തിരി സന്തോഷം. ഇൻഷാ അല്ലാഹ് എല്ലാ സക്സസ്സും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു. Equity Plus presents Mohideen Wholesale Nakhat Ramadan. Brought to you by Matajar. Powered by RK Spices and Pulses. In association with Lifeline Healthcare Group, Al Fardan Exchange and Bima Jewelers.